പരമാധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തതിൻ്റെ വിയോഗ വാർത്തയും അനുശോചന സന്ദേശങ്ങളുമാണ് ലോകമെങ്ങും നിന്ന് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സമയം രാവിലെ 11:05 അദ്ദേഹത്തിൻ്റെ അന്ത്യം. 88 വയസ്സായിരുന്നു. ലളിത ജീവിതത്താൽ മാതൃകയായ ഫ്രാൻസിസ് മാർപ്പാപ്പ. ആന്റണി ജിസ് ജോർജ് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നു. ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയാണ് വിയോഗത്തിൻ്റെ ഈ നിമിഷങ്ങളിൽ നമ്മുടെ മുന്നിലുള്ള വാർത്താപുരുഷൻ. അദ്ദേഹത്തിൻ്റെ മാർപ്പാപ്പ എന്നുള്ള നിലയ്ക്കുള്ള ജീവിതം വളരെയധികം ചർച്ച പെട്ടുകൊണ്ടിരിക്കുന്നു ഈ നിമിഷങ്ങളിൽ ലോകമെങ്ങും നിന്ന്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ പുരോഗമനപരമായ നിലപാടുകൾ, അതിർത്തികൾക്ക് അപ്പുറത്തുള്ള മനുഷ്യസ്നേഹ ബന്ധങ്ങൾ, മനുഷ്യരെ ആണെന്നും പെണ്ണെന്നും മാത്രമായി വേർതിരിച്ച് കാണാതെ ഭിന്നലിംഗങ്ങളെ, അതേപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ, പ്രത്യേകിച്ചും സ്ത്രീകളെ ഒക്കെ സഭയ്ക്കകത്തേക്കും അതിൻ്റെ നടത്തിപ്പിലേക്കും ഒക്കെ പ്രവേശിപ്പിക്കാൻ എടുത്ത തീരുമാനങ്ങൾ അടക്കമുള്ളവ വലിയ മാനവികതയുടെ പ്രകാശഗോപുരം എന്നുള്ള നിലയ്ക്ക് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗം എപ്പോഴായിരുന്നു, എങ്ങനെയാണ് സംഭവിച്ചത്, അതിനുശേഷം ഇനി എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ഉള്ളത്, പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കുന്ന അടക്കമുള്ള പ്രക്രിയകൾ. ആന്റണി ജസ് ജോർജ്. തീർച്ചയായും അപ്രതീക്ഷിതമായാണ് ആ വാർത്ത ലോകം കേട്ടത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്നലെ ഈസ്റ്റർ ദിന സന്ദേശം മാർപ്പാപ്പ ഈ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ എത്തി അദ്ദേഹം നൽകിയിരുന്നു. അപ്പോഴും സമാധാനത്തിന് വേണ്ടി, ലോക സമാധാനത്തിന് വേണ്ടിയാണ് അദ്ദേഹം ആഹ്വാനം ചെയ്ത്, പ്രത്യേകിച്ച് ഗാസയിലെ ഈ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കണം, അതുപോലെ തന്നെ ബന്ദികളെ മോചിപ്പിക്കണം അടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ അദ്ദേഹം ആ ഈസ്റ്റർ സന്ദേശത്തിൽ നൽകുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹം ആശുപത്രിയിലായിരുന്നു ന്യൂമോണിയ ബാധയെ തുടർന്ന്. പിന്നീട് അടുത്തിടയ്ക്കാണ് 38 ദിവസത്തെ ആശുപത്രി വാസത്തിന് ശേഷം അദ്ദേഹം മടങ്ങി അദ്ദേഹത്തിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ജനങ്ങൾക്കിടയിലേക്ക് എത്തണം, അവർക്കിടയിലൂടെ സഞ്ചരിക്കണം. സാധാരണ നിലയിൽ നേരത്തെയൊക്കെ കണ്ടിരുന്നത് പോലെ വാഹനത്തിലൂടെ ഈ ജനങ്ങൾക്കിടയിലൂടെ പോകണമെന്നുള്ളത്. ഏതായാലും ഇന്നലെ അങ്ങനെ അദ്ദേഹം സഞ്ചരിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ലോകം ആ കാഴ്ച കണ്ട് മാർപ്പാപ്പ വീണ്ടും ആരോഗ്യവാനായി തിരിച്ചെത്തി എന്നുള്ള ഒരു വലിയ സന്തോഷത്തിൽ ക്രൈസ്തവ വിശ്വാസികളൊക്കെ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇന്ന് അപ്രതീക്ഷിതമായി ആ വിയോഗ വാർത്ത വരുന്നത് എന്നുള്ളതാണ്. രാവിലെ 7:35 പ്രാദേശിക സമയം 7:35 മാർപ്പാപ്പയുടെ വിയോഗം സംഭവിക്കുന്നത്. അതായത് ഇന്ത്യൻ സമയം രാവിലെ 11:05 ആ സമയത്താണ് അദ്ദേഹം ലോകത്തോട് വിടവാങ്ങുന്നത്. ആ വിവരം അറിയിക്കുന്നത് കെമർലെങ്കോ ചുമതലയുള്ള കർദിനാളായ കെവിൻ ഫാരലാണ് ആ വിവരം ലോകത്തെ അറിയിക്കുന്നത്. ഏതായാലും ലോകം മുഴുവൻ ആ ഞെട്ടലിൽ തന്നെയാണ് ഉള്ളത്. ഇന്ത്യയിലടക്കം ഇപ്പോൾ കത്തോലിക്ക സഭ 9 ദിവസത്തെ ദുഃഖാചരണം അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആഗോള കത്തോലിക്ക സഭ അത്തരത്തിൽ ദുഃഖാചരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ലോകത്തെ സംബന്ധിച്ച് ഈ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ ഒരു നഷ്ടം എന്ന് തന്നെ പറയാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ്. കാരണം മറ്റ് മാർപ്പാപ്പമാരിൽ നിന്നൊക്കെ വ്യത്യസ്തനായി കൂടുതൽ ജനഹൃദയങ്ങളിലേക്ക് എത്തിയ ഒരു മാർപ്പാപ്പ എന്ന് തന്നെ പറയാൻ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ കഴിയും. കാരണം സാധാരണ ക്രൈസ്തവ വിശ്വാസികൾക്ക് ഇടയിൽ നിന്ന് അതിനപ്പുറത്തേക്ക് ലോകത്തിൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി അടക്കം മുന്നോട്ട് വന്നിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്ന നിലയിലാണ് അദ്ദേഹം എപ്പോഴും ഓർമ്മിക്കപ്പെടുന്നത്. മാത്രമല്ല മറ്റ് യാഥാസ്ഥിതിക ചുറ്റുപാടുകളൊക്കെ നിൽക്കുമ്പോഴും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് സ്വർഗാനുരാഗികളെ അവരുടെ കാര്യം, അതുപോലെ തന്നെ വിവാഹമോചിതരുടെ കാര്യത്തിലടക്കം സ്വീകരിച്ച ഒരു തീരുമാനം. മാത്രമല്ല വനിതകളെ ഈ സഭാഭരണത്തിൽ അവർക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നതിനുള്ള വിപ്ലവകരമായ തീരുമാനങ്ങളടക്കം അദ്ദേഹം നടപ്പാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത്രയും യാഥാസ്ഥിതികമായ ചുറ്റുപാടുള്ള ഒന്നാണ് കത്തോലിക്ക സഭ. അവിടെയാണ് ഇത്തരത്തിൽ വിപ്ലവകരമായ തീരുമാനങ്ങളിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പോകാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഏതായാലും ഇനി നാളെ അടുത്തത് ചടങ്ങുകൾ തീരുമാനിക്കും. ഏതായാലും അദ്ദേഹത്തിൻ്റെ സംസ്കാര ശുശ്രൂഷകളെ സംബന്ധിച്ചുള്ള തീരുമാനം ഇപ്പോഴും വന്നിട്ടില്ല. ഏതായാലും വത്തിക്കാൻ അത് നാളെ തന്നെ ഔദ്യോഗികമായി അറിയിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ സംസ്കാരം സാധാരണ നിലയിൽ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിലുള്ള ഗ്രോട്ടോയിലാണ്, അവിടെ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്താണ് മാർപ്പാപ്പമാരെ സംസ്കരിക്കാറുള്ളത്. അത് വേണ്ട എന്നുള്ള കാര്യം അദ്ദേഹം നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിന് പുറത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് അദ്ദേഹം താമസിക്കുന്ന ആ ഭാഗത്ത് തന്നെ മതി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു നേരത്തെ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല സാധാരണ നിലയിൽ ഈ സംസ്കാര ശുശ്രൂഷകളിൽ പാലിക്കുന്ന
ആഡംബരങ്ങളൊന്നും വേണ്ട എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സാധാരണ നിലയിൽ 3 പെട്ടികളടക്കം ഉപയോഗിക്കാറുണ്ട് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾക്കായി. അത് വേണ്ട എന്നുള്ള കാര്യമടക്കം അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി അനുസരിച്ചുകൊണ്ട് ആയിരിക്കും സംസ്കാര ചടങ്ങുകളിലേക്ക് പോവുക. ഏതായാലും 9 ദിവസത്തോളം അതിൻ്റെ ദുഃഖാചരണം ഉണ്ടാകും. അതിനുശേഷമായിരിക്കും പുതിയ മാർപ്പാപ്പ ആര് എന്നുള്ള ചർച്ചകളിലേക്ക് ഈ കാർദിനാൾമാരുടെ തിരുസംഘം കടക്കുക. ഏതായാലും ആ കോൺക്ലേവ് അതിനുശേഷം ചേരും. വോട്ടവകാശമുള്ള കർദിനാൾമാർ ചർച്ച നടത്തി പ്രാർത്ഥനയോടുകൂടി പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന നിലയിലേക്ക് പോവുകയും ചെയ്യും. ഏതായാലും സംസ്കാര ശുശ്രൂഷകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വത്തിക്കാൻ ഉടൻ തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ അറിയിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.